ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അൺബോക്സ് ചെയ്യുന്നത് എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇപ്പോൾ മഴക്കാലം സ്റ്റാർട്ട് ചെയ്യല്ലേ, സോ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കൊതുകിൻ്റെ ശല്യം കുറച്ചധികം കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുഞ്ഞ് ബേബീസ് ഉള്ളവർക്ക് എപ്പോഴും ഈ കെമിക്കൽസ് യൂസ് ചെയ്യാൻ പറ്റില്ല. കൊതുകുതിരി അങ്ങനെ ഒരുപാട് മോസ്കിറ്റോസിൽ നിന്ന് റെസ്ക്യൂ ചെയ്യാനായിട്ട് ഒരുപാട് പ്രോഡക്റ്റ്സ് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ അതിനെന്തെങ്കിലും ഒരു രീതിയിൽ സൈഡ് എഫക്റ്റ് ഉണ്ടാവും. സോ സൈഡ് എഫക്റ്റ് ഇല്ലാത്തൊരു പ്രോഡക്റ്റ് ആയിരുന്നു നമുക്ക് ആവശ്യം. കാരണം വെച്ചാൽ എനിക്കൊരു കുഞ്ഞ് ബേബി ഉണ്ട്, പിന്നെ എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ ഇതൊക്കെ അലർജിയാണ്. സോ രണ്ടുപേരെ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നമുക്ക് വേണം. അങ്ങനെ നമ്മൾ അന്വേഷിച്ച് കിട്ടിയിട്ടുള്ളൊരു പ്രോഡക്റ്റാണിത്. ക്ലാസിക്കിൻ്റെ മോസ്കിറ്റോ നെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ വേറൊരു നെറ്റ് കൂടെ നമ്മൾ ക്ലാസിക്കിൻ്റെ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട്. 2 ടൈപ്പാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇതൊരു ചെറിയൊരു ഹട്ട് പോലെ ഇരിക്കും, മറ്റേത് നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ 2ൻ്റെ ഫോട്ടോസ് ഞാൻ ഇങ്ങനെ സൈഡിൽ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, ഹാങ് ചെയ്യുന്ന നമ്മൾ ഓൾറെഡി ഒരു വട്ടം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ബട്ട് അത് അത്രയ്ക്കും എഫക്റ്റീവ് അല്ല. കാരണം വെച്ചാൽ നമ്മൾ ചെറുതായിട്ടൊന്ന് തട്ടുമ്പോൾ തന്നെ അത് ചെറിയതായിട്ടൊന്ന് ഓപ്പണായി വരുമ്പോൾ തന്നെ കൊതുകൊക്കെ എല്ലാം കൂടെ അകത്ത് കയറിയിട്ട് നമ്മളെ എല്ലാം കൂടി ഇട്ട് ശരിയാക്കും. സോ അതിന് ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ച വേറൊരു പ്രോഡക്റ്റാണ് ഇത്. അപ്പോൾ ഇത് ആക്ച്വലി ഇത് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും കുറച്ച് ചെറിയൊരു ബുദ്ധിമുട്ടാണെന്ന് ജസ്റ്റ് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പം ഇത് നമ്മുടെ ക്ലാസിക്കിൻ്റെ സെക്കൻഡ് പർച്ചേസ് ആണ്. ഒരു മാനുവലും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല വലുതാവും. നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ഒരു കവർ നമ്മൾ കളയരുത് ഇതിൽ തന്നെ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 949 റുപ്പീസിനാണ്. സോ ഈ ഒരു എമൗണ്ടിൽ ഈ ഒരു പ്രോഡക്റ്റ് ക്വാളിറ്റി വൈസ് വെർത്തായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, അപ്പം നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വലിയ ടെൻറ്റ് പോലെയാണ്. അത്യാവശ്യം നല്ല വലുതായിട്ട് തന്നെ വരുന്നുണ്ട്. ഓക്കെ, ടെൻറ്റ് പോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ബെഡിൽ വിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും കൺജസ്റ്റഡ് ആയിട്ട് തോന്നില്ല. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് തോന്നുന്നത്. ഇങ്ങനെ കിടന്ന് ഉറങ്ങുക വളഞ്ഞ് കിടക്കുന്നത് കൊണ്ട് നമുക്ക് ഇടാൻ വേണ്ടി കുറച്ച് പാടാണ്. ഇവനെല്ലാം തൊട്ടിന്ന് ലോട്ടാക്കിയിട്ട് നമുക്കിടാം. നല്ല ഉറക്കാം. ഓക്കെ, പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മുടെ ബെഡിൻ്റെ അളവുകളൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സൈസ് നോക്കിയിട്ട് ഈ ഒരു മോസ്കിറ്റോ നെറ്റ് ഓർഡർ ചെയ്യാൻ പറ്റും. പല ടൈപ്സ് ബെഡ് ഉണ്ടല്ലോ, ഇപ്പോൾ സിംഗിള്, ഡബിള്, പിന്നെ കിങ്, ക്യൂണ്. അപ്പോൾ നമ്മുടെ ക്യൂണാണ്. അപ്പോൾ അതിൻ്റെ അളവ് നമ്മൾ എടുത്തിട്ട് അളവായിട്ട് മാച്ച് ആവുന്ന രീതിയിലാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഫസ്റ്റ് ഇനീഷ്യലി നമ്മൾ അളവൊന്നും ഇല്ലാതെ ജസ്റ്റ് എന്തോ ഓർഡർ ചെയ്തിട്ട് ഒന്നും ഫിറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് പിന്നെ നമ്മൾ വന്നപ്പോൾ അളവെടുത്ത് അളവായിട്ട് നോക്കി മാച്ചിങ് ചെയ്തിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇപ്പം നമുക്ക് പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ ഫിറ്റ് ചെയ്യുന്ന ടൈമിൽ. പിന്നെ ഫസ്റ്റ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി. ആദ്യം ഇതെങ്ങനെയാണ് മടക്കുന്നത്, ഫിറ്റ് ചെയ്യുന്നതിനൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ യൂസ് ചെയ്ത് വന്നപ്പോഴത്തേക്കും പെർഫെക്റ്റ് ആയിരുന്നു. ഓക്കെ, പിന്നെ നമുക്ക് മെയിനായിട്ടുള്ളൊരു ഗുണം എന്ന് പറയുന്നത് ഇത് യൂസ് ചെയ്ത് മടക്കി എവിടെയെങ്കിലും ചെറുതായിട്ട് സ്റ്റോർ ചെയ്യാം. പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോകുന്ന ടൈമിലാണെങ്കിലും നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. ട്രിപ്പൊക്കെ പോകുമ്പോഴത്തേക്കും വളരെ ഹാൻഡി ആയിട്ടാണ് ഇതിരിക്കുന്നത്. സോ നമുക്കത് ഈസി ആയിട്ട് ട്രാവൽ ഫ്രണ്ട്ലി കൂടെയാണ്, നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാനായിട്ടും പറ്റും. ഇത് കണ്ടോ, ഇങ്ങനെ ഇലാസ്റ്റിക്സ് ഉണ്ട് 4 സൈഡിലും. അപ്പോൾ നമുക്ക് ബെഡിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൊതുകോ കാര്യങ്ങളോ ഒന്നും അകത്ത് കയറില്ല. പിന്നെ അതുപോലെ തന്നെ 2 സൈഡിലും നമുക്ക് ബെഡിൻ്റെ അകത്തിരുന്നും ഓപ്പൺ ചെയ്യാൻ പറ്റും, പുറത്തിരുന്നും ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സിബ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ അകത്ത് പുറത്ത് നിന്നൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാം. സോ നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങണം എങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇറങ്ങാനായിട്ട് പറ്റും. പിന്നെ ഇത് നമുക്ക് മടക്കി മേളിൽ കെട്ടി വെക്കാനുള്ളൊരു പ്രൊവിഷൻ കൂടെ അവർ തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മടക്കി ഇങ്ങനെ വെക്കാം. വേണ്ട ടൈമിൽ ക്ലോസ് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. അങ്ങനെ നല്ല രീതിയിൽ നല്ല ഹെൽപ്ഫുള്ളായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞങ്ങൾ ഇനി തൊട്ട് കൊതുകടി ഇല്ലാതെ കിടക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുകയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ.